When practicing self-inquiry, I can observe thoughts as they come and go. But after a few seconds, my mind gets caught up or entangled in one of them. How can I detach from these thoughts? സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിന്തകളെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഓരോ ചിന്തയും വരുന്നതും പോകുന്നതും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ മൈ മൈൻഡ് ഗെറ്റ്സ് കോട്ട് അപ്പ് ഓർ എൻറ്റാങ്കിൾഡ് ഇൻ വൺ ഓഫ് ദം. എൻ്റെ മനസ്സ് അതിലൊരു ചിന്തയിൽ കുടുങ്ങിപ്പോകുന്നു. ഹൗ ക്യാൻ ഐ ഡിറ്റാച്ച് ഫ്രം ദീസ് തോട്ട്സ്? ഈ ചിന്തകളിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് ഡിറ്റാച്ച് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയുക? ആർ ദർ എനി മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ടു സ്റ്റേ ഇൻ ദ ബീയിങ് സ്റ്റേറ്റ് വെൻ മൈ മൈൻഡ് ക്ലിങ്സ് ടു സച്ച് തോട്ട്സ് ആൻഡ് കൺസേൺസ്? എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ബീയിങ് സ്റ്റേറ്റിൽ, സെൽഫ് ആയിട്ടുള്ള അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, ഈ ചിന്തകളിൽ പെടാതെ ബീയിങ് സ്റ്റേറ്റിൽ നിൽക്കാൻ വല്ല വിദ്യകളും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എടുക്കാം. ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഞാനുണ്ട്, എനിക്ക് കുറേ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പാർട്ടിസിപ്പൻറ്റ് പറയുന്നു, ഐ ക്യാൻ ഒബ്സർവ് തോട്ട്സ് ആസ് ദേ കം ആൻഡ് ഗോ. ചിന്തകൾ വരുന്ന സമയത്ത് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ച് വരില്ല. ചിന്തകൾ ഓരോന്നായിട്ടാണ് വരിക. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ചിന്തകൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് തോട്ട്സ്, അനവധി ചിന്തകൾ ഒരുമിച്ച് വരുന്നത് നമുക്ക് തോന്നാനുള്ള കാരണം ഓരോന്നും ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മിന്നി മറയുന്നുട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ പുതിയ കുറേ ചിന്തകൾ വരുന്ന മാതിരി തോന്നും. ബട്ട് ആക്ച്വലി പ്രോസസ്സിങ് നടക്കുന്നത് ഒന്ന് മാത്രമാണ്. അതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ചിന്തയാണ് വിഷയം. ഓരോ സമയത്തും ഓരോ ചിന്തയാണ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മൈ മൈൻഡ് ഗെറ്റ്സ് കോട്ട് അപ്പ് ഇൻ വൺ ഓഫ് ദം എന്ന് പറയാനുള്ളത് കാരണം ഇതാണ്. നമുക്ക് ഒരു ചിന്തയിൽ മാത്രമേ നമുക്ക് ഒട്ടി നിൽക്കാൻ സാധിക്കുള്ളൂ. ഒരു ചിന്തയിൽ മാത്രമേ നമുക്ക് അകപ്പെട്ടു പോകാൻ സാധിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ ചിന്തകളിൽ ഒരു സമയം നമുക്ക് ഒട്ടി നിൽക്കാൻ സാധിക്കില്ല. സോ ദിസ് ഇസ് വെരി പ്രോപ്പർ. ഓൾ റൈറ്റ്. ഇവിടെ ചോദ്യം ഇതായിരുന്നു അല്ലേ, ഹൗ ക്യാൻ ഐ ഡിറ്റാച്ച് ഫ്രം ദീസ് തോട്ട്സ്? ഈ ചിന്തകളിൽ നിന്നും എങ്ങനെയാണ് എനിക്ക് മാറാൻ സാധിക്കുക? അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുണ്ടല്ലോ, അതിൽ നിന്നും എങ്ങനെയാണ് മാറാൻ സാധിക്കുക? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ താഴെ കാണിക്കുന്ന ഐ ഉണ്ടല്ലോ, അതാരാണെന്നാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ഇവിടെ സത്യം എന്താണ്? ഇവിടെ സത്യം ഈ ഐ എന്ന് പറഞ്ഞല്ലോ അവിടെ, അതും ഒരു ചിന്തയാണ്. ഓക്കെ, നമ്മൾ ഈ ശരീരമാണ് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണല്ലോ, എന്നിലേക്ക് കുറേ ചിന്തകൾ കടന്നു വരുന്നു എന്ന് ഒരു തോന്നൽ. ബട്ട് ആക്ച്വലി ഞാൻ ഈ ശരീരമാണ് എന്നതുപോലും ഒരു ചിന്തയാണ് അല്ലേ? എവറിത്തിങ് ഇസ് എ തോട്ട്. മഹർഷി പറയുന്നുണ്ട്, എല്ലാ ചിന്തകളും വരുന്നതിന് മുമ്പ് ഫസ്റ്റ് തോട്ട് വരുന്നുണ്ട്. ആ ഫസ്റ്റ് തോട്ട് എന്താണ്? ഐ തോട്ടാണ്. ആ ഐ തോട്ട് വന്ന ശേഷമാണ് ബാക്കി എല്ലാ ചിന്തകളും വരുന്നത്. സോ ദി ഐ ഇസ് ഓൾസോ എ തോട്ട്. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന ചിന്തകളെല്ലാം ചിന്തകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോഡി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിസിക്കൽ ബോഡി മാത്രമൊന്നുമല്ല, പഞ്ചകോശങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാം ശരീരത്തിൽ പെടും. സോ ഐ ഈസ് ഓൾസോ എ തോട്ട്, വിച്ച് മീൻസ് ഇവിടെ എന്താ നടക്കുന്നത്? ഒരു ചിന്ത മറ്റൊരു ചിന്തയെ പിടിക്കുക ചെയ്തത് അല്ലേ? നമ്മൾ പറയും ഒരു ചിന്തയിൽ ഞാൻ പെട്ടുപോയി എന്ന്. ബട്ട് ആക്ച്വലി ഈസ് ഇറ്റ് ട്രൂ? നോ. ഞാൻ എന്നൊരു ചിന്ത മറ്റൊരു ചിന്തയെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. റൈറ്റ്? ഇവിടെ ചോദിക്കാൻ പറ്റുക, ഹൂ ഇസ് ഗെറ്റിംഗ് കോട്ട് എന്നാണ്, അല്ലെങ്കിൽ ഹൂ ഇസ് ഗെറ്റിംഗ് എൻടാങ്കിൾഡ് ഇൻ വൺ ഓഫ് ദോസ് തോട്ട്സ്. കുറേ ചിന്തകളിൽ ഒരു ചിന്തയിൽ ഞാൻ പെട്ടുപോകുന്നു എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചോദിക്കണം, ഹൂ ഇസ് ഗെറ്റിംഗ് കോട്ട്? ഹൂ ഇസ് ഗെറ്റിംഗ് എൻടാങ്കിൾഡ് ഇൻ വൺ ഓഫ് ദോസ് തോട്ട്സ്? ഇതാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത്. ഇത് ചോദിക്കല്ല വേണ്ടത്. ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ചോദ്യവും ഒരു ചിന്തയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ചിന്തകളാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ഉത്തരങ്ങളും ചിന്തകളാണ്. അപ്പോൾ ചോദ്യമായാലും ചിന്തയായി, ഉത്തരമായാലും ചിന്തയായി. അപ്പോൾ ചോദിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ചോദിക്കലല്ല ഇവിടെ എന്താ വേണ്ടത്. ഇവിടെ ശരിക്കും അവെയർനെസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്, നമ്മൾ ശരിക്കും എൻക്വയർ ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, നമ്മൾ പരിശോധിക്കുകയാണ്, നമ്മൾ അന്വേഷിക്കുകയാണ്, നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഹൂ ഈസ് ഗെറ്റിംഗ് കോട്ട് എന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പം എന്താ ഉത്തരം വരിക? ഐ എന്ന് വരും. മനസ്സിലാക്കണം, ഈ ഐയും ഒരു ചിന്ത തന്നെയാണ് കേട്ടോ. പക്ഷെ തൽക്കാലം ഐ എന്നുള്ള ഒരു ചിന്ത അവിടെ സത്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അതാണല്ലോ ആദ്യം ഉണ്ടായത്. അതില്ലാതെ വേറെ ഒന്നുമില്ല. വേറെ എല്ലാ സംഭവങ്ങളും ഈ ഐയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം എത്ര ചിന്ത വന്നാലും വിഷയമല്ല. ഈ ഒരു ചിന്തയിലേക്ക് അവസാനം എത്തുന്നു.
ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഐ തോട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പം ചോദിക്കാൻ സാധിക്കും, ഹു ആം ഐ തോട്ടല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹു ആം ഐ എന്ന ചോദ്യം വരുമ്പോഴേക്കും ബാക്കി എല്ലാ ചിന്തകളും മറഞ്ഞുപോയി. ഒരു ചിന്ത അവിടെ ഇല്ല. ആ ഐ ചിന്തയും സ്ലോലി ഇല്ലാതെയാവും. ഹു ആം ഐ, ആ ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചിന്തയും നിഷ്പ്രഭമായി പോകും, കാണാതെയാവും. ഞാൻ ഇവിടെ ഉണ്ട് എന്ന തോന്നൽ പോലും എനിക്കുണ്ടാവില്ല. ഞാൻ എന്ന ചിന്ത ശരിക്കും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിന്ത അവിടെ നശിക്കുന്ന സമയത്ത് പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? പിന്നെ സെൽഫാണ്. യഥാർത്ഥ ഞാൻ അവിടെ വിസിബിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, സോ ദാറ്റ് ഈസ് ദ സെൽഫ്. ബാക്കി എല്ലാം പോയി. ആൻഡ് സ്ലോലി വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ എത്രത്തോളം ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് അത്രത്തോളം ഇതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. സോ വി വിൽ കം ടു എ സ്റ്റേറ്റ് വെയർ വി ആർ ഏബിൾ ടു എൻജോയ് ദ ബ്ലിസ് ഓഫ് ദ സെൽഫ്. ഓക്കെ, ഇതിനാണ് ബീയിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യം എന്തായിരുന്നു? ആർ ദർ എനി മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ടു സ്റ്റേ ഇൻ ദ ബീയിങ് സ്റ്റേറ്റ്? നമ്മൾ ആ ബീയിങ് സ്റ്റേറ്റിലേക്ക് എത്താൻ ചില നടപടികൾ എടുത്തു അല്ലേ? കുറേ ചിന്തകളുണ്ടായിരുന്നു, അതിൽ ഒരു ചിന്തയിൽ നമ്മൾ ഒട്ടി നിൽക്കുകയായിരുന്നു. ആ ചിന്തയിൽ ആരാണ് ഒട്ടി നിൽക്കുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഞാൻ എന്ന ചിന്ത അവിടെ വന്നു. ആ ഞാൻ എന്ന ചിന്തയിൽ നമ്മൾ ഉറച്ചു നിന്ന സമയത്ത് ആ ചിന്തയും കൊഴിഞ്ഞു പോയ സമയത്ത് പിന്നെ എനിക്ക് അവിടെ ബീയിങ് സ്റ്റേറ്റിൽ നിൽക്കാനേ പറ്റുള്ളൂ. ഞാൻ ബീയിങ് സ്റ്റേറ്റിൽ ഞാൻ ബീയിങ് ആയി മാറി. ഐ ബിക്കം ദ സെൽഫ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വല്ല മെത്തേഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ എന്താ പറയാനുള്ളത്? വാട്ട് എവർ ടെക്നിക്സ് യു ആർ യൂസിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്, അത് ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബീയിങ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പക്ഷേ ഈ ഐ ഉണ്ടല്ലോ, ഈഗോ ഉണ്ടല്ലോ, ആ ഇല്യൂസറി സെൽഫ് പലതരം വഴികളിലൂടെ നമ്മളെ പുറത്തോട്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ ഫൈൻഡ് ഔട്ട് വാട്ട് ടെക്നിക്സ് യു ആർ യൂസിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ബീയിങ് സ്റ്റേറ്റ്. സ്റ്റോപ്പ് ഡൂയിങ് ദം. അത് മതി. ഓക്കെ, കാരണം ഇവിടെ എത്താതെ ആ ചോദ്യത്തിൽ യാതൊരു പ്രസക്തിയില്ല. എന്തെല്ലാമാണ് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ എത്തണം. ഇവിടെ എത്താതെ ഈ വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ വൺസ് യു ഗെറ്റ് ടു ദ സെൽഫ് ദറ്റ് യു ആർ, വൺസ് യു ബിക്കം ദ സെൽഫ് ദറ്റ് യു ആർ, പിന്നെ ഈ ചോദ്യം വരില്ല. ബിക്കോസ് യു നോ എവറിത്തിങ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയില്ല. ഇവിടേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. അതാണ് ആദ്യത്തെ പ്രാവശ്യം ആൻസർ ചെയ്തത്. ഓക്കെ, സോ ഫോർ നൗ വാട്ട് മസ്റ്റ് യു ഡു? ജസ്റ്റ് പ്രാക്ടീസ് ദ ഫസ്റ്റ് പാർട്ട്. ട്രൈ ടു ഗെറ്റ് ദെയർ. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ നോ വാട്ട് ഇസ് ടു ബി ഡൺ.